സീരിയസ് ആയിട്ടുള്ള എഴുത്ത് തുടങ്ങുന്നത് എപ്പോഴാണ്? എഴുതി തുടങ്ങിയപ്പോൾ മുതലേ സീരിയസ് ആയിരുന്നു. അങ്ങനെ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ എഴുതിയതല്ലേ ഒരു രണ്ട് കാലുള്ള കുട്ടി എന്ന് പറയുന്നൊരു രണ്ട് കാലുള്ള ഒരു കുട്ടി. അതായത് ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ എല്ലാവരും ഒറ്റക്കാലന്മാരായിട്ടാണ് അവിടെ ജനിക്കുന്നത്. അവിടേക്ക് രണ്ട് കാലുള്ള കുട്ടി ജനിക്കുകയാണ്. അത് ദ്വീപിലെ വലിയ സംഭവമായി മാറുന്നു. ആ സംഭവം അന്നത്തെ ദ്വീപിൻ്റെ ഭരണാധികാരികൾ, അവിടുത്തെ പുരോഹിത വർഗം എന്തോ ഒരു വലിയ ഈ ധൂമകേതു വരുന്ന പറഞ്ഞാൽ എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു, ഒരു വൃത്തികെട്ട സാധനം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ കൊണ്ട് ഈ കുട്ടിയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. ഈ രണ്ട് കാലുള്ള കുട്ടിയെ ആ കുട്ടിയെ രണ്ട് കാലിൽ നടന്നു പോകുമ്പോൾ ഒറ്റക്കാലന്മാർ ചാടി വന്ന് ഇവനെ കല്ലെറിയുക, പരിഹസിക്കുക, ഇതിനൊക്കെ ഉള്ള ഇത്. ഈ രണ്ട് കാലുള്ള കുട്ടിക്ക് ഒരു കുട്ടിയുണ്ടായി, ദ്വീപിലൊരു കുട്ടി പിറന്നാൽ അവന് മുളവടി സമ്മാനിക്കുക എന്നുള്ളതാണ് ദ്വീപിലെ പുരോഹിതൻ്റെ ആദ്യത്തെ ചടങ്ങ്. ഇവനതിൻ്റെ ആവശ്യമില്ല. അത് പുരോഹിതന് സഹിക്കാൻ മേലാത്തൊരു കാര്യമാണ്. മുളവടിയും കൊണ്ട് പുരോഹിതൻ ഇവിടെ ദൂരെ കളയുകയാണ്. നിഷേധി, ധിക്കാരി, ഇങ്ങനെയുള്ള രീതിയിലാണ് അന്നത്തെ ഇത്. സംഭവം അങ്ങനെ വളർന്ന ഒടുവിൽ ഇവന് ഈ ദ്വീപിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. 4 പാടും കടലാണ്, അവനെ എവിടേക്ക് ഓടാനാണ്? ചെറുത്താനും കടലും നടുവെന്ന് പറഞ്ഞാൽ ഇവന് രക്ഷയില്ല. അവസാനം നിവർത്തി കെട്ട നിമിഷം ഇവനൊരു വെട്ടുകത്തി എടുത്ത് ഇവൻ്റെ ഇടതുകാല്, ആ ഇടതെന്നുള്ളതിന് ഇച്ചിരി പ്രാധാന്യമുണ്ട്, ആ ഇടതുകാല് വെട്ടി വേർപെടുത്തി കടലിലെറിയുക. അതോടുകൂടി ഇവൻ അംഗീകാരമായി, പുരസ്കാരങ്ങളായി, നോട്ടുമാല ചാർത്തലായി, ഇവനെ എഴുന്നള്ളിച്ച് കൊണ്ടുനടക്കലായി, അവനെ ദ്വീപ് ആദരിക്കുക. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അവൻ ഞെട്ടലോടെ കാണുന്നുണ്ട്, ഒരു കാല് വെട്ടിമാറ്റപ്പെട്ട അവൻ്റെ ആ ഇടതുകാല് കടലിൽ നിന്നുയർന്നു വന്ന് ദ്വീപിലേക്ക് ചാടി കയറി വരുന്നു എന്ന് പറഞ്ഞാൽ കഥ അവസാനിക്കുന്ന അങ്ങനെയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ കഥ എഴുതുന്നത്. അത് മാതൃഭൂമിയിലും മറ്റുമാണ് ആദ്യം അച്ചടിച്ച് വരുന്നത്. എല്ലാ കഥകളും ഞാൻ വളരെ കുറച്ചേ എഴുതാറുള്ളൂ. എപ്പോഴും എഴുത്ത് മനസ്സിൽ നടക്കുന്നുണ്ട്, അത് മറ്റാരും എഴുതിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ തന്നെ എഴുതിയിട്ടില്ലാത്തൊരു വിഷയമാണെന്ന് തോന്നണം. അപ്പോൾ മാത്രമാണ് അത് കടലാസിൽ പകർത്തി, അഥവാ പകർത്തിയാലും അത് വെളിച്ചം കാണാൻ അയച്ചു കൊടുക്കുന്നതൊക്കെ. അങ്ങനെ എനിക്കൊരു ഉത്തമ ബോധ്യം വരുന്ന സന്ദർഭം. അതുകൊണ്ടാണ് എനിക്ക് എണ്ണത്തിൽ കുറവാണ് സൃഷ്ടികൾ, പക്ഷേ വന്നതൊന്നും പാഴായിട്ടില്ല എന്നുള്ളൊരു അഭിമാനമുണ്ട്. ആ ഒരു രീതി ഇപ്പോഴും തുടരും. ഇപ്പം പിന്നെ ഈ ഔദ്യോഗിക തിരക്കിനിടയിലൊക്കെ ഇത് ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. ഈ ഷോർട്ട് സ്റ്റോറിയാണ് എൻ്റെ മാധ്യമം എന്ന് പറയുന്നത് ചെറുകഥയാണ്. അതെ. അതിൽ നിന്ന് മാറ്റം വന്നത് 1-2 കൃതികൾ മാത്രമാണ്. ആദ്യം ഒരു നോവൽ എഴുതിയത് വെറും 40 പേജുള്ളൊരു നോവലാണ്. കുരുതി എന്നാണ് അതിൻ്റെ കവർ വരച്ചിരിക്കുന്ന അരവിന്ദൻ ചേട്ടനാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ഫിലിം ഡയറക്ടറായിരുന്ന അരവിന്ദൻ ചേട്ടൻ ഒരേ ഒരു പുസ്തകത്തിനെ കവർ വരച്ചു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതെൻ്റെ ബുക്കിനാണ്. അത് DC ആണ് അത് ആദ്യം മുതൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് വർഷം 30 ഈ പുസ്തകത്തിന് അത് ആദ്യം സീരിയലൈസ് ചെയ്യുന്നത് ഭാഷാഭൂഷണി മാസികയിലാണ്. നല്ല കാര്യവും ചീത്ത കാര്യവും വേർതിരിച്ച് എഴുത്തിൽ കൂടെ കാണിക്കാനായിട്ട് സമൂഹത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളെ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ കഥാപാത്രമാക്കി കഥ എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ എഴുത്തുകാരനും ഞാനാണ്. യേശുക്രിസ്തു തിരുനക്കരയിൽ എന്ന് പറയുന്നൊരു കഥയാണ് തുടക്കം. അതിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. നരേന്ദ്രപ്രസാദൊക്കെ അതിനകത്ത് കഥാപാത്രങ്ങളാണ്. നമ്മുടെ PSC ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ അതിനകത്ത് കഥാപാത്രമാണ്. ആ കഥ
ഏറ്റവും മികച്ച 10 കഥകളിലൊന്നായി മികച്ച കഥാമാതൃകയായിട്ടും KP അപ്പൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു തിരുനക്കരയിൽ നിന്ന്. മറ്റു കാര്യങ്ങളൊന്നുമില്ല, വളരെ ലളിതമാണ്. കോട്ടയത്ത് തിരുനക്കര ഞങ്ങൾ ഈ സുഹൃത്തുക്കളെല്ലാം അമ്പലനടയിൽ എപ്പോഴും ഇരിക്കാറുണ്ട്. അവിടെ ഒരു ദിവസം ഇരുന്നുമ്പോൾ എനിക്ക് ജോൺ എബ്രഹാം ഇങ്ങനെ നടന്നു വരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ജോൺ. തൊട്ടടുത്തൊരു ചാരായക്കടയുണ്ട്. അതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ ജോൺ ഇങ്ങനെ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ ക്രൈസ്റ്റ് നടന്നു വരുന്ന അതേപോലെ ഒരു ഫീലിങ്സ്. അവിടെ ഇരുന്ന് അന്ന് രാത്രി അവിടെ ഇരുന്ന് എനിക്കന്ന് ചില ഒരു അനുഭൂതിയൊക്കെ തോന്നിയത് അന്ന് രാത്രി എഴുതിയ കഥയാണ് യേശു ക്രിസ്തു തിരുനക്കരയിൽ. മറ്റൊന്നുമല്ല, അദ്ദേഹം തിരുനക്കരയിൽ വരുന്നു, ക്രിസ്തു നേരിട്ട് വരുന്നു. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന സർവ്വ ആൾക്കാരോടും പറയുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അവിടെ ആ നിമിഷം കല്ലെറിയാതിരുന്ന ഒരാൾ പോലും ഇല്ല, എല്ലാവരും കല്ലെറിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ക്രൈസ്റ്റ് പണ്ട് പറഞ്ഞപ്പോൾ, ഒറിജിനൽ ക്രൈസ്റ്റ് പറഞ്ഞപ്പോൾ ഒരുത്തരും കല്ലെറിഞ്ഞില്ല, എല്ലാവരുടെയും കയ്യിൽ നിന്ന് കല്ല് താഴെ പോകായിരുന്നു. പക്ഷെ എൻ്റെ കഥയിലെ ക്രൈസ്റ്റ് അത് പറഞ്ഞപ്പോൾ സർവരും കല്ലെറിഞ്ഞു എന്നുള്ളതാണ്. അത് നരേന്ദ്രപ്രസാദ് എറിഞ്ഞു, രാധാകൃഷ്ണൻ എറിഞ്ഞു, ഇങ്ങനെ ഈ രീതിയിലാണ് കുഞ്ഞുണ്ണി മാഷ് ഒക്കെ കല്ലെറിഞ്ഞ കൂട്ടത്തിലാണ് വരുന്നത്. അവസാനം ഏറ് എൻ്റേതായിരുന്നു, ഞാനാണ് എറിഞ്ഞത്. എൻ്റെ ഏറ് കൊണ്ട് അദ്ദേഹത്തിന് ക്രൈസ്റ്റിൻ്റെ തല തെറിച്ചു പോവുകയാണ്. ആ തല തെറിച്ച് അകന്നു പോയ ആ തല ചെന്ന് വീഴുന്നത് സാക്ഷാൽ ദീപികയുടെ മുറ്റത്തുമാണ്. അങ്ങനെ പറഞ്ഞാണ് കഥ തീർക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു നർമ്മരസം അതിനകത്തുണ്ട്, ഒരു ഹ്യൂമർ ഇതിൽ നമുക്ക് ആ രീതിയിൽ വായിച്ചാസ്വദിക്കാം. പക്ഷെ അതിനകത്ത് സറ്റയർ എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വലിയൊരു സത്യമുണ്ട്. അതുകൊണ്ടാണ് മികച്ച കഥ മാതൃക എന്ന് KP അപ്പന എന്നെ പലപ്പോഴും കൊന്നു കൊലവിളിച്ചിട്ടുള്ള സാക്ഷാൽ M കൃഷ്ണൻ നായർ സാറ് പോലും ആ കഥയെ പുകഴ്ത്തിയാണ് പറഞ്ഞത്. സ്നേഹമൊക്കെ തന്നെ, എപ്പോഴും ചായ വാങ്ങിച്ചു തരും, പുള്ളി സിഗരറ്റ് വലിക്കുക, കൊച്ചു പയ്യനായി എനിക്കും തരും, ഇങ്ങനെയൊക്കെയുള്ളൊരു നല്ല പുസ്തകങ്ങൾ എടുത്തു തരും. എന്നാൽ പിന്നെ ഒരു പാട്ട് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള പാട്ട് അന്നും ഇന്നും കേട്ടാൽ നമുക്കൊരു ഉണർവുണ്ടാക്കുന്ന ഒരു പാട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനും കൂടെ ചേർത്ത് നമുക്ക് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.